ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ ഭാഷകളിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായിക. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഗായിക സുജാത ചേച്ചി. ചേച്ചി സ്വാഗതം. സന്തോഷം പിഷാരടി, കുറെ നാളെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് മനോഹരമായ പാട്ടുകൾ, പുത്തഞ്ചേരി സാറിന്റെ പാട്ടുകൾ, എത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. ആരൊരാൾ പുരൽമഴയിൽ, മറന്നിട്ടും എന്തിനോ, തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, കരിമിഴിക്കുരുവിയെ കണ്ടിട്ടില്ല, എത്രയോ ജന്മമായി, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും പാട്ടുകൾ. കാക്കക്കറുമ്പൻ, കണ്ടാൽ കുറുമ്പനൊക്കെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. മാത്രമല്ല സുജാത ചേച്ചിയുടെ ഒരു വരുമ്പോഴുള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുത്തഞ്ചേരി സാർ ആദ്യമായിട്ട് ഒരു ലിറിക്സ് എഴുതുന്നത് ഒരു കാസറ്റാണ് അല്ലേ? അതെ, അത് ദാസേട്ടന്റെ തരങ്കിണി ഇറക്കിയ കാസറ്റാണ്. പ്രേമോപഹാരം അല്ലേ? അതിൽ ഒരു മഴമേഘം പോലെ നഭസിൽ ഒഴുകി അലഞ്ഞു തളർന്നു എന്ന് പറഞ്ഞൊരു പാട്ടാണ്. രഘുകുമാറാണ് മ്യൂസിക്. അപ്പോൾ ഗിരീഷ് പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ആദ്യത്തെ റെക്കോർഡിങ്. ഞാൻ അധികം ഞങ്ങൾ ഗിരീഷിനെ കാണാറില്ല റെക്കോർഡിങ്, ഇവരൊക്കെയല്ലേ കൂടെ എപ്പോഴും വർക്ക് ചെയ്യണേ. അന്ന് പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പാട്ടായതുകൊണ്ട് രണ്ടുപേരും പാട്ട് നല്ലോണം അറിയാവുന്നവരാണ്. ഗിരീഷ് നല്ലോണം പാടും, രഘുവേട്ടൻ പിന്നെ അറിയാമല്ലോ, ചെറിയ ചെറിയ മൈനർ സാധനങ്ങളൊക്കെ പിടിക്കും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ നല്ല റെക്കോർഡിങ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അസാധ്യമായിട്ട് പാടും. അസാധ്യമായിട്ട് പാടും. അയ്യോ, അസലായിട്ട് പാടും. ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏത് കുനിഷ്ട ട്യൂൺ ഉണ്ടെങ്കിലും അല്ലേ, ആ ലിറിക്ക് എഴുതാനായിട്ട് പറ്റുന്നതിന് സംഗീതം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ജയന്റെ ഒരു പാട്ടുണ്ട് ബാലേട്ടനില്, ആ പാട്ട് ചിലും അത് ചിലമ്പും ചിലങ്കയോ ശലഭമോ എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ എന്ത് രസല്ലേ, അതൊക്കെ എന്ത് പ്രയാസം ശരിക്കും എഴുതാൻ. അത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാ ജയന്റെ. ഗിരീഷേട്ടൻ നമ്മളെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഗിരീഷേട്ടൻ പാടുമ്പോ ഇതിങ്ങനെ പാടാൻ പറ്റുമോ നമുക്ക് തോന്നും. വാക്കിന്റെ അടുക്ക് ഒരു രക്ഷയില്ലത്. ആ രീതിയിൽ പാടും. അപ്പം ഞങ്ങള് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് ഇന്നലെ എൻ്റെ നെഞ്ചിലെ ഒരു അച്ഛൻ മകൻ ഓർമ്മകളും യോഗമൊക്കെയാണ് നമ്മുടെ ശിക്കാറിലെ. പിന്നെ എന്നോടൊന്നും മിണ്ടാതെ ഒരു അച്ഛൻ മകള് പാട്ടാണ്. അമ്മ മഴക്കാറിന് കണ്ടറി മകൻ അമ്മ പാട്ടാണ്. ഒരു അമ്മ മകൾ പാട്ട് നിങ്ങളുടെ കോമ്പിനേഷനിൽ വളരെ നല്ലതുണ്ട്. അത് കണ്ട് കൊതി കൊണ്ടു നിന്ന് കുയിലെ എന്ന് പറയുന്ന എല്ലാ മുകളിലോട്ടും താഴോട്ടും എല്ലാ തരം പാട്ടുകളുണ്ട്. അത് കോമ്പിനേഷൻ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ഗംഭീര പാട്ടാണ്. ജയന ഓട്, എനിക്ക് ഓട്, ഗിരീഷിനോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ടിന് ഒന്നിച്ച് ഒരുപാട് എല്ലാവർക്കും അവാർഡ് കിട്ടുന്ന അല്ലേ? കുറെ ചേച്ചി പാടുമ്പോഴും നമ്മളിങ്ങനെ കണ്ട് കൊതി കൊണ്ട് നിൽക്കുന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം. ഈ കമൽ സാറിന്റെ പടത്തിലാണല്ലോ നമ്മളിപ്പോ പറഞ്ഞ വന്ന ഉടനെ നമ്മൾ പറഞ്ഞ സിനിമകളിലൊന്നാണ് ഈ പുഴയും കിടന്ന് എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് വൈഡൂര്യ കമ്മലണിഞ്ഞ് കാക്കക്കറുമ്പൻ, കണ്ടാൽ കറുമ്പൻ എന്നുള്ള പാട്ട്, കാക്കക്കറുമ്പൻ കണ്ടാൽ എന്റെ കാർവർണ്ണൻ എന്ന് പറയുന്ന പാട്ട്. അപ്പം സുജാത ചേച്ചി വന്ന സ്ഥിതിക്ക് നമുക്ക് അതൊരു 4 വരി കേട്ടിട്ട് മുന്നിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കില്ലേ? അത് ആക്ച്വലി അതിന്റെ റെക്കോർഡിങ്ങിന് ഗിരീഷ് ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് ആ AVM E-ലാണ്, സിയിൽ എനിക്ക് ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നടന്നു പോകണം, എനിക്ക് കാണാം. ഞങ്ങളൊന്നും അപ്പോൾ അധികം സംസാരിക്കില്ല. ഒന്നാമത് ജോൺസേട്ടൻ ലൈവ് റെക്കോർഡിങ് ചെയ്യുന്നു, അപ്പോൾ ആ സമയത്ത് പാട്ട് മാത്രമേ തഴയിലുണ്ടാവുള്ളൂ. പിന്നെ ആ സിനിമയിൽ തന്നെ വൈഡൂര്യ കമ്മല്, അത് ഒരു അതെ പ്രത്യേകത. എനിക്ക് ചിത്രയായിട്ട് കുറച്ച് കോമ്പിനേഷൻ സോങ്സ് സിനിമയിൽ വന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അത്. കമൽ സാർ, താങ്ക് യു. അതെന്ത് രസമാണ് ആ പാട്ടൊക്കെ. വൈഡൂര്യ കമ്മലടിഞ്ഞ് അത് ഞാനും ചിത്രയും MG അതിന്റെ ടൈറ്റിലാണ്. അതില് ഒരു നല്ല, എനിക്ക് നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു ഒരു പ്രയോഗം വളരെ രസമുള്ള പ്രയോഗമായിട്ടുള്ളത്. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണ്ണൻ എന്റെ കാർവർണ്ണൻ, കാലിയെ മെച്ചു നടക്കുമ്പോൾ
വാച്ചയില്ലാതെ വന്നപ്പോൾ പാവമി ഗോപിക പെണ്ണിൻ മനസ്സിലെ തൂവെണ്ണക്കിണ്ണം കാണാതായി. ആരാനും എങ്ങാനും കണ്ടാലോ കള്ളൻ നീ കാട്ടും മായാജാലം. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ. താങ്ക് യു കമൽ സർ. സാറിന്റെ പടത്തിലെ പാട്ടാണത്. അത് ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് ചെയ്ത പടമാണ് ഇപ്പോഴും കടന്ന്. അതിൽ ആദ്യം ഗിരീഷ് എഴുതിയത് ദേവകന്യക സൂര്യതമ്പുരു വീട്ടിൽ നിന്നുള്ള പാട്ടാണ്. അതിനുശേഷം ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ വന്ന് ജോൺസൺ അന്നൊക്കെ ഹാർമോണിയം പെട്ടി വെച്ചിട്ടാണ് നമ്മൾ കമ്പോസിങ്, അറിയാലോ. ആദ്യം ഈ ട്യൂൺ ഇങ്ങനെ അങ്ങനെ പാടിയപ്പോൾ തന്നെ ലിറിക്ക് പറയണം എന്നുള്ളതാണ്. ഗിരീഷിൻ്റെ ഒരു ഇതാണ് കാക്കറുമ്പൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. പെട്ടെന്ന് നമുക്ക് അത് ഇപ്പം നേരത്തെ ഇത് പറഞ്ഞില്ല, ഒരു കഥ മുഴുവൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് ആ ക്യാരക്ടറും ആ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നുള്ളൂ. ഒട്ടനെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ തുടങ്ങിയത്. ഞാൻ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പോലും ഈ കൃഷ്ണന്റെ ഒരു ഏരിയയിലുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ. അതെ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട്, ഹരിമുരളി രവത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, മധുമൊഴി രാധ, നിന്നെ തേടി എന്നൊക്കെ എഴുതുന്ന മാധവ ജന്മം, ആ ഒരു പ്രദേശത്തുള്ള പാട്ടുകൾ ഒരുപാട് ഭക്തിഗാനത്തിന്റെ ഏരിയകളിൽ എഴുതിയിട്ടുള്ള ഒരാളും കൂടെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്, അല്ലേ? പ്രത്യേകിച്ചും കൃഷ്ണനും ആ കൃഷ്ണ സങ്കല്പം ഉണ്ടല്ലോ, അതിൻ്റെ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഗിരീഷിനെ മാത്രമല്ല മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ ലിറിക് റൈറ്റേഴ്സിനെയും എഴുത്തുകാരെയും ഈ കൃഷ്ണ സംഗീതം അല്ലെങ്കിൽ അവരുടെ ഒരു അറിയാലോ, നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ തന്നെയല്ലേ അതൊരു വല്ലാത്ത ഏരിയയാണ് എനിക്ക് തോന്നുന്നത് സംഗീതത്തിനെ സംബന്ധിച്ചോളം. അത് ഗിരീഷിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാനത്തെ ചന്ദ്രനൊത്തുരു എന്ന് പറയുന്ന പാട്ടിൽ ഒരു സാധാരണക്കാരൻ കാണുന്ന സ്വപ്നങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തും അങ്ങനെ വളരെ രസമായിട്ട് അറബിപ്പൻ ഊതി അറവാതിൽ പണിയും ഞാൻ എന്നുള്ള അതാത് പ്രദേശങ്ങളിൽ നിന്നുള്ള വാക്കുകൾ പെറുക്കിയെടുത്തുണ്ട്. അതിനൊരു അറബിക് സ്വഭാവമുള്ള പാട്ടാണല്ലോ. അതുപോലെയുള്ള നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ പുത്തഞ്ചേരി സാറുമായിട്ട് ചെയ്തിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിലെ ബേണി സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രതിഭയെ പറ്റി ഒന്നും ആരോടും പറയേണ്ട കാര്യമില്ല. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതിവേഗത. ഒരു ട്യൂൺ എത്ര കോംപ്ലിക്കേറ്റഡ് ട്യൂൺ ആയിക്കോട്ടെ, അത് പറഞ്ഞു കൊടുക്കുന്നതിന് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിമനോഹരമായ വരികൾ എഴുതിയിടണം. അപ്പം നമ്മൾ തോന്നുന്നു ഇത്ര പെട്ടെന്ന് എഴുതിയതിൻ്റെ പേരിൽ അതിൻ്റെ അത് ചിലപ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും, പക്ഷേ നല്ല ഗഹനമായ ആശയവും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗീതവും കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ സാധിച്ചത്. അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ എഴുതാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വരികൾക്കോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊന്നും ഒരിക്കലും മരണമില്ല. പിന്നെ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തതെന്ന വേറൊരു വലിയൊരു ഉപകാരമാണ്. ചന്ദ്രലേഖയുടെ സമയത്ത് ഞാനിങ്ങനെ പല ബുക്കുകളിലൊക്കെ ഇങ്ങനെ സരിഗമ കുത്തിക്കുറിച്ചിടും. അത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മടക്കി വെക്കും. അപ്പോൾ എന്നോട് കുറിച്ച് വേണി ഇങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നൊട്ടേഷൻസ് അത് തരംതിരിച്ച് റൊമാൻറ്റിക് സോങ്സ് വേറെ, ഭക്തി വേറെ, ക്ലാസിക്കൽ വേറെ ആയിട്ട് തിരിച്ചിട്ട് ഒരു ഡയറിയിൽ എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാം. അത് നമുക്ക് അല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ 10-15 ട്യൂൺ ഇട്ടാൽ 3 ട്യൂണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ട്യൂൺ വേസ്റ്റ് ആക്കി കളയരുത്. അത് നല്ലത് തന്നെയായിരിക്കും. അത് മറ്റെന്തെങ്കിലും ആവശ്യമില്ല, നിങ്ങൾക്ക് ആൽബത്തിനെങ്കിലും ഉപയോഗിക്കാവത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു ഡയറി എഴുതിട്ട് തരംതിരിച്ചൊക്കെ എല്ലാം എഴുതി തന്നിട്ട് അതാണ് തുടങ്ങിയത്. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ട് പോയാണ്. അത് അദ്ദേഹം തുടങ്ങി തന്നാണ്. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ്. ബാലേട്ട എന്നുള്ള പാട്ടിന്റെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു തുടങ്ങിയത്? ഈ ബാലേട്ട എന്ന ആ പാട്ടിൽ വേണമെന്ന് വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു. VM വിനിച്ചേട്ടൻ പറഞ്ഞിരുന്നു സിനിമയുടെ ടൈറ്റിലായിട്ട് അത് വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ബാലേട്ടന്റെ ഓട്ടവും അതിന്റെ പിന്നിലുള്ള മറ്റുള്ളവരുടെ ഓട്ടവും അങ്ങനെ സിനിമയുടെ ഒരു ഓട്ടം തുടങ്ങലും ഒക്കെ ഈ പാട്ടിൽ വരണം എന്നുള്ളതാണ്. അപ്പൊ സിനിമയുടെ ടെമ്പോ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഈ പാട്ടിനൊരു പങ്കുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു നല്ലൊരു പുഷിൽ ഒരു ആക്സിലറേഷൻ അവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഗിരീഷേട്ടൻ്റെ വരികളിലൂടെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈണം മാത്രമല്ല. അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ഘടന ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ടുള്ള പാട്ടെഴുത്തുകാരൻ്റെ ഒരു ബന്ധം അത് ശരിക്കും ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗിരീഷേട്ടൻ്റെ ഒരു കാലത്തിലൂടെയാണെന്ന്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സൗണ്ടിങ്, ബിച്ചു സാറിൻ്റെ കാര്യം നേരത്തെ സാർ പറഞ്ഞു, അവിടെ നിന്നാണ് ശരിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഗിരീഷേട്ടനാണ് അത് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ എഴുതുന്ന പാട്ട് എഴുത്തുകാരൊക്കെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ രൂപരേഖ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് ഒക്കെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്
ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അത്തരം വാക്കുകളും ഉണ്ട്. കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് സാഹിത്യം വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നേരത്തെ കൈതപ്പുറം തിരുമേനി പൂത്തഞ്ചേരി സാർ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ ബിച്ചു തിരുമല സാറും ഗിരീഷ് പുത്തഞ്ചേരി ഒരു പടത്തിന് വേണ്ടി എഴുതിയിട്ടുള്ളത് കമൽ സാറിന്റെ പടമാണ്. വളരെ നിറത്തില്. നിറം എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചതാണ് അതിന്റെ പരിപാടികൾ? അത് ബിച്ചുവേട്ടനായിരുന്നു ആദ്യം പാട്ട് മുഴുവൻ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ 2 പാട്ട് കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വന്നു. എഴുതി തന്നിട്ട് ഒരു പാട്ട് പകുതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങണം. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാക്കി പാട്ട് എഴുതപ്പോൾ ബിച്ചുവേട്ടൻ പറഞ്ഞു 1 മാസമെങ്കിലും ആവും എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഗിരീഷിനെ കൊണ്ട് എഴുതിച്ചോട്ടെ എന്ന് ചോദിച്ച് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗിരീഷിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല ബിച്ചുവേട്ടൻ എഴുതിയത് ബാക്കി പാട്ട് എഴുതുക. കാരണം ബിച്ചുവേട്ടനെ പോലെ ഒരാളുടെ കൂടെ പാട്ട് എഴുതാനല്ലേ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പുള്ളി വന്നത്. അപ്പോൾ അതിലൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ ചിക് ചിക് ചിറകിൽ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് ഗിരീഷാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു ഇതിലുള്ള അങ്ങനത്തെ വരികളും അങ്ങനത്തെ ചില ഉപമകളൊക്കെ വെച്ചിട്ടുള്ള പാട്ടായിരുന്നു. അതേസമയം പ്രായം തമ്മിൽ മോഹൻ നൽകി എന്നുള്ള പാട്ട് ജയേട്ടൻ പാടിയ പാട്ട് എഴുതിയത് ഇരിക്കണല്ലോ മറന്നു. കാരണം ജയേട്ടൻ്റെ പെട്ടെന്ന് ഓർമ്മ സുജാതൻ ജയേട്ടൻ കൂടി പാടിയ ആ പാട്ടുണ്ടല്ലോ, ആ സമയത്ത് പേപ്പർ പറന്നു പോവാത്ത അമ്പിങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ബിച്ചുവേട്ടൻ എഴുതിയത്. അപ്പൊ അതില് 2-3 ലൈൻ ശരിക്കും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ചരണത്തിലെ എൻഡ് ഫിനിഷ് ചെയ്യാൻ ബിച്ചുവേട്ടന് പറ്റിയിരുന്നില്ല. ബിച്ചുവേട്ടൻ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ടെൻഷനായി, കാരണം ഇത് റെക്കോർഡിങ് നടക്കുകയാണ്, നിങ്ങളൊക്കെ പാടാൻ വേണ്ടി വന്നപ്പോൾ എഴുതിയിട്ടില്ല. അപ്പോൾ ബിച്ചുവേട്ടനെ വിളിച്ചു. ബിച്ചുവേട്ടൻ ലാസ്റ്റ് 2 ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്യണം ചരണം, എന്നാലത് ഇതാവിട്ടു. ബിച്ചുവേട്ടൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, പാട്ടൊക്കെ ഞാൻ മറന്നു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് നീ പാടിത്തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പാടാറില്ല. അപ്പോൾ ഗിരീഷ് ഇതിലുണ്ട്, ഗിരീഷിനെ കൊണ്ട് പാടിച്ചു, ഞാൻ പാടിച്ചു കൊടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് നീ ഒന്ന് പാടിക്കൊടുക്കാൻ, ഗിരീഷ് പാടുമല്ലോ നന്നായിട്ട്. ഗിരീഷ് പാടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടൻ അവിടെ ഇങ്ങനെ കിടന്നിട്ട് എടാ ഗിരീഷേ അതിങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫോണിൽ കൂടി ബിച്ചോട്ടൻ വീട്ടിൽ കിടക്കുക, ഫോണിൽ കൂടി ഗിരീഷിന് ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഗിരീഷാണ് അത് ഫില്ല് ചെയ്ത് തന്നത്. അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം 2 പ്രതിപാദനമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിച്ചുവേട്ടനൊക്കെ നമ്മളെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. ആ സ്വാതന്ത്ര്യം എനിക്കും അനുവദിച്ചു തന്നു, ഗിരീഷിനും അനുവദിച്ചു തന്നു. അതിനുശേഷമാണ് സുജാതൊക്കെ പാടിയത്.